ഹലോ ഗൈസ്, വെൽക്കം ടു എൻ വേൾഡ്. ഇന്നൊരു വറുത്തരച്ച കടച്ചക്കക്കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങ, ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കാം. അതിനകത്തേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അതിനുശേഷം കുക്കർ വെച്ച് കുക്കറിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും കടച്ചക്കയും ചേർത്ത് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നതിന് ശേഷം അരച്ച് വെച്ച ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ കടച്ചക്കയും ആ മസാലയായിട്ട് മിക്സ് ചെയ്യാനായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു സോസ് പാൻ വെച്ച് അതിനകത്തേക്ക് എണ്ണയും ചെറുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് താളിച്ച് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക വറുത്തരച്ചത് റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ടു എൻ വേൾഡ്. ഇന്നൊരു വറുത്തരച്ച കടച്ചക്കക്കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങ, ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കാം. അതിനകത്തേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അതിനുശേഷം കുക്കർ വെച്ച് കുക്കറിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും കടച്ചക്കയും ചേർത്ത് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നതിന് ശേഷം അരച്ച് വെച്ച ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ കടച്ചക്കയും ആ മസാലയായിട്ട് മിക്സ് ചെയ്യാനായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു സോസ് പാൻ വെച്ച് അതിനകത്തേക്ക് എണ്ണയും ചെറുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് താളിച്ച് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക വറുത്തരച്ചത് റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ടു എൻ വേൾഡ്. ഇന്നൊരു വറുത്തരച്ച കടച്ചക്കക്കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങ, ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കാം. അതിനകത്തേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അതിനുശേഷം കുക്കർ വെച്ച് കുക്കറിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും കടച്ചക്കയും ചേർത്ത് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നതിന് ശേഷം അരച്ച് വെച്ച ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ കടച്ചക്കയും ആ മസാലയായിട്ട് മിക്സ് ചെയ്യാനായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു സോസ് പാൻ വെച്ച് അതിനകത്തേക്ക് എണ്ണയും ചെറുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് താളിച്ച് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക വറുത്തരച്ചത് റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു.